പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാം, പക്ഷേ ആൾക്കൂട്ടത്തിന് മുന്നിലെത്തുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോകുന്നു. ഒരു മീറ്റിംഗിലോ ഇന്റർവ്യൂവിലോ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ താൻ പിന്നിലാണെന്നോ തീരെ ദുർബലനാണെന്നോ ഉള്ള ഒരു തോന്നൽ നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കാറുണ്ടോ? ഉള്ളിൽ വ്യക്തമായ മറുപടികളുണ്ടാകും, പക്ഷെ അത് പുറത്തു പറയാനുള്ള ആ ചങ്കൂറ്റം എവിടെയോ വെച്ച് കൈമോശം വന്നുപോകുന്നു. ചുറ്റുമുള്ളവരെല്ലാം വലിയ ബുദ്ധിമാന്മാരാണെന്നും താൻ വെറുമൊരു പരാജയമാണെന്നുമുള്ള ചിന്ത നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ സുഹൃത്തേ, നിങ്ങൾ അനുഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ആത്മവിശ്വാസക്കുറവാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു സ്വഭാവം കൊണ്ട് മാത്രം ജീവിതത്തിൽ എത്രയെത്ര സുവർണാവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ ബോസിനോടൊന്ന് സംസാരിക്കാനോ ഇഷ്ടമുള്ള ഒരാളോട് സൗഹൃദം സ്ഥാപിക്കാനോ എന്തിന് നമ്മുടെ കഴിവുകൾ ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ പോലുമോ ധൈര്യമില്ലാതെ നമ്മൾ എപ്പോഴും അദൃശ്യമായൊരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ ഉദാഹരണം ശ്രദ്ധിച്ചാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാകും. ചന്തയിൽ പോകുമ്പോൾ രണ്ടു തരം കച്ചവടക്കാരെ നമ്മൾ കാണാറുണ്ട്. ഒന്നാമത്തെയാളുടെ പക്കൽ വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, വിലയാകട്ടെ കുറവുമാണ്. പക്ഷേ അയാളുടെ കടയിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടാകില്ല. എന്നാൽ രണ്ടാമത്തെ കച്ചവടക്കാരനെ നോക്കൂ. അയാളുടെ കയ്യിൽ അത്ര മേന്മയുള്ള സാധനങ്ങളൊന്നുമില്ല, വിലയും കൂടുതലാണ്. എന്നിട്ടും അയാളുടെ കടയിൽ എപ്പോഴും വലിയ തിരക്കായിരിക്കും. എന്താണ് ഇതിന്റെ രഹസ്യം? ആ രണ്ടാമത്തെ കച്ചവടക്കാരന്റെ കോൺഫിഡൻസ് തന്നെയാണ്. താൻ വിൽക്കുന്ന സാധനത്തെക്കുറിച്ച് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും അവരെ കയ്യിലെടുക്കാനും അയാൾക്കറിയാം. തന്റെ മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ കൊമ്പനായാലും പറയാനുള്ളത് കൃത്യമായി അവതരിപ്പിക്കാനുള്ള ആ കഴിവാണ് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്നത്. ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങണം. ജീവിതത്തിൽ ഉടനടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ അതീവ കരുത്തുറ്റതുമായ 12 മാർഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതൊരു വെറും മോട്ടിവേഷൻ പ്രസംഗമല്ല, മറിച്ച് ഏതൊരു പ്രതിസന്ധിയിലും പതറാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന പ്രായോഗിക വിദ്യകളാണ്. കൃത്യമായ പരിശീലനത്തിലൂടെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലെ പഴയ ആ ഭീരു മാറി പുതിയൊരു മനുഷ്യനായി നിങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകി തുടങ്ങും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ വീഡിയോയിലെ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഒന്നുപോലും ഒഴിവാക്കരുത്. എങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കൂ. നമുക്ക് ഒന്നാമത്തെ വിദ്യയിലേക്ക് കടക്കാം. ആത്മവിശ്വാസം എന്നത് ജനിക്കുമ്പോൾ തന്നെ കൂടെ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ജനിച്ച സമയത്ത് നമ്മൾ എത്രമാത്രം നിസ്സഹായരായിരുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. സ്വന്തമായി നടക്കാനോ സംസാരിക്കാനോ എന്തിന് നമ്മുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ പോലുമുള്ള കരുത്ത് അന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങൾ അറിയിച്ചിരുന്ന ആ പിഞ്ചുകുഞ്ഞ് പിന്നീട് പിച്ചവെച്ച് നടന്നും ഓടിയുമാണ് വളർന്നത്. അതായത് കരുത്തും കഴിവും സമയത്തിനൊപ്പം നമ്മൾ നേടിയെടുക്കുന്നതാണ്. 18 മുതൽ 20 വയസ്സിലൊക്കെ നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു എന്ന് കരുതുക. ആദ്യമൊക്കെ നമ്മുടെ മസിലുകൾ തീരെ ദുർബലമായിരിക്കും. പക്ഷേ 4-5 മാസം കൃത്യമായ പരിശീലനം തുടർന്നാൽ നമ്മുടെ ശരീരം മാറാൻ തുടങ്ങും. 10 പേരുടെ ഇടയിൽ നിന്നാൽ തന്നെ വ്യായാമം ചെയ്യുന്ന ഒരാളെ ആരും പെട്ടെന്ന് തിരിച്ചറിയും. ഇതുപോലെ തന്നെയാണ് ആത്മവിശ്വാസവും. ഇത് ജന്മനാ കിട്ടുന്ന ഒരു വരദാനമോ ജീനുകളിൽ എഴുതിവെച്ച ഒന്നോ അല്ല. ആത്മവിശ്വാസം എന്നത് ഒരു മസിലു പോലെയാണ്. അതിനെ നമ്മൾ നിരന്തരം പരിശീലിപ്പിക്കണം. ജിമ്മിൽ പോയി ശരീരം സംരക്ഷിക്കുന്നത് പോലെ തന്നെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് ഈ കോൺഫിഡൻസ് മസിൽ വളർത്തിയെടുക്കാം. വ്യത്യാസം ഇത്രമാത്രം. ഇത് പുറമേക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളിലും മനോഭാവത്തിലുമാണ് ഇത് കുടികൊള്ളുന്നത്. ആളുകളോട് സംസാരിച്ചും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചും നമുക്കിതിനെ ശക്തിപ്പെടുത്താം. താമസിയാതെ ഒരു ദിവസം വരും, ജിമ്മിൽ പോകുന്നവന്റെ മസിൽ കണ്ട് ആളുകൾ തിരിച്ചറിയുന്നത് പോലെ നിങ്ങളുടെ കണ്ണുകളിലും ശബ്ദത്തിലും പ്രവൃത്തികളിലും ഈ ആത്മവിശ്വാസം പ്രതിഫലിച്ചു തുടങ്ങും. ചാണക്യൻ പറഞ്ഞതുപോലെ മനുഷ്യൻ മഹാനാകുന്നത് അവന്റെ കർമ്മങ്ങളിലൂടെയാണ്, ജനനം കൊണ്ടല്ല. അതുകൊണ്ട് ഓർക്കുക, നിരന്തരമായ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് ഏതൊരു ഉയരവും കീഴടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി രണ്ടാമത്തെ വിദ്യയിലേക്ക് പോകാം. ആത്മവിശ്വാസവും സ്വയം സംശയവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമാണിത്. ലോകത്ത് പ്രധാനമായും 2 തരം ആളുകളാണുള്ളത്. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. ആദ്യത്തെ വിഭാഗം ആളുകൾ തനിക്ക് ഒട്ടും മുൻപരിചയമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നവരാണ്. വീഡിയോ എഡിറ്റിംഗോ പുതിയൊരു ബിസിനസ്സോ എന്തുമാകട്ടെ, എനിക്കറിയില്ല, പക്ഷേ ഞാനത് പഠിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടാകും. ചിലർക്കിത് അഹങ്കാരമായി തോന്നാം, പക്ഷേ അത് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരുടെ വെറും തോന്നൽ മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്തിനേയും സംശയത്തോടെ നോക്കുന്നവരാണ്. ഒരു വലിയ അവസരം മുന്നിൽ വന്നാൽ അവർ ആദ്യം ചോദിക്കുന്നത് എനിക്കിത് സാധിക്കുമോ എന്നായിരിക്കും. പരാജയപ്പെടുമോ എന്ന പേടിയും ആളുകൾ എന്തു പറയും എന്ന ചിന്തയും അവരെ എപ്പോഴും തളച്ചിടുന്നു. ആദ്യത്തെ കൂട്ടർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? അതിന്റെ ഒരേയൊരു ഉത്തരം വിശ്വാസം എന്നതാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് ആത്മവിശ്വാസത്തിന്റെ വേരുകൾ കിടക്കുന്നത്. നിങ്ങൾ നിങ്ങളെ ചെറുതായി കണ്ടാൽ ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണും. ആത്മവിശ്വാസമുള്ളവർ പ്രശ്നങ്ങളിൽ തളരില്ല,
മറിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തും. അവർ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റുള്ളവരുടെ അനാവശ്യ അഭിപ്രായങ്ങൾ തന്റെ ജീവിതത്തെ ബാധിക്കാൻ അവർ അനുവദിക്കില്ല. നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രമാണ്. അതില്ലെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെ. പരാജയപ്പെട്ടാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീണ്ടും മുന്നേറാൻ അവർക്ക് കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സ്വന്തം പരിമിതികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നതാണ്. മറ്റൊരാളുടെ കരുത്തുറ്റ വശങ്ങളുമായി നിങ്ങളുടെ ബലഹീനതകളെ തുലനം ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്തു പോകുന്ന വലിയൊരു തെറ്റും ഇതുതന്നെയാണ്. മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ട് നമ്മുടെ കുറവുകളെ അളക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ സ്വയം ചെറുതാവുകയാണ്. ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ വാക്കുകൾ നാം ഓർക്കേണ്ടത്. ആത്മവിശ്വാസമില്ലാത്ത ഒരാളുടെ പക്കലുള്ള അറിവും ധൈര്യവും ഒരുപോലെ നിഷ്പ്രയോജനമാണ്. നിങ്ങൾക്ക് എത്ര വലിയ കഴിവുകളുണ്ടായാലും അത് പുറത്തെടുക്കാനുള്ള ആത്മവിശ്വാസം ഉള്ളിലില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ശരിക്കും ആത്മവിശ്വാസമുള്ള ഒരാളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിച്ചു തുടങ്ങൂ. ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കൂ. വെല്ലുവിളികൾക്ക് മുന്നിൽ തളരാതെ പരിഹരണങ്ങൾ കണ്ടെത്താനും നിങ്ങളുടെ പരിമിതികളെ തന്നെ കരുത്താക്കി മാറ്റാനും ശീലിക്കൂ. ഇതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ഇന്നു മുതൽ നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. ഞാൻ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കും. നെഗറ്റീവ് ചിന്തകളെ പടിക്ക് പുറത്താക്കും. ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വാഗ്ദാനമായിരിക്കണം. ഈ നിമിഷം അതൊരു കമന്റായി താഴെ രേഖപ്പെടുത്തൂ. ഇനി ആത്മവിശ്വാസം വളർത്താനുള്ള മൂന്നാമത്തെ വഴി നോക്കാം. വെറും 20 സെക്കൻഡ് നേരത്തെ ധൈര്യം. അതാണ് കോൺഫിഡൻസിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ. പലപ്പോഴും ഒരു കാര്യം തുടങ്ങാനുള്ള ചെറിയൊരു മടി കാരണമാണ് നമ്മുടെ ആത്മവിശ്വാസം ചോർന്നുപോകുന്നത്. പേടിയും നാണവും കാരണം ആദ്യത്തെ ചുവടുവെക്കാൻ നമ്മൾ മടിക്കുന്നു. എന്നാൽ വിശ്വസിക്കൂ, ആത്മവിശ്വാസമുണ്ടാക്കാൻ ജീവിതകാലം മുഴുവൻ വലിയ ധീരനാകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ആദ്യത്തെ 20 സെക്കൻഡ് മാത്രം നിങ്ങളൊന്ന് ചങ്കൂറ്റം കാണിച്ചാൽ മതി. നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരാളോടോ നിങ്ങളുടെ ബോസിനോടോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു പറയും, അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് ആ അവസരം പാഴാക്കരുത്. ഇവിടെയാണ് ഈ ട്രിക്ക് പ്രയോഗിക്കേണ്ടത്. വെറും 20 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ധൈര്യമായിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. നേരിട്ട് ചെന്ന് കാര്യം അവതരിപ്പിക്കുക. മറുപടി എന്തുമാകട്ടെ, ആ ആദ്യപടി നിങ്ങൾ വിജയകരമായി പിന്നിട്ട് കഴിഞ്ഞു. ഈ 20 സെക്കൻഡ് ഇത്ര പ്രധാനമാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേടിയും പരിഭ്രമവും തനിയെ പമ്പ കടക്കും. ആത്മവിശ്വാസത്തിന്റെ ആ മതിൽ തകർക്കാൻ ആ 20 സെക്കൻഡിലെ ആവേശം മാത്രം മതി. ഇതൊരു ശീലമാക്കിയാൽ നിങ്ങളുടെ മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ചാണക്യൻ പറഞ്ഞതുപോലെ ചുവടുവെക്കുന്നവൻ മാത്രമേ ലക്ഷ്യത്തിലെത്തൂ. ഭയം കാരണം മടിച്ചു നിൽക്കുന്നവനെ എന്നും പശ്ചാത്തപിക്കാനേ നേരം കാണൂ. നാലാമത്തെ കാര്യം, ലോകത്തിനു മുന്നിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അങ്ങനെയായിരിക്കും ലോകം നിങ്ങളെ കാണുന്നത്. ആത്മവിശ്വാസമെന്നത് മനസ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ ശരീരഭാഷയിലൂടെയും പ്രകടമാകണം. തലകുനിച്ച് നിൽക്കുന്നതോ കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെയാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ പുറമേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സറിയാതെ തന്നെ കരുത്താർജിക്കുമെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. നിവർന്നു നിൽക്കുക, തോളുകൾ വിരിച്ചുപിടിക്കുക, നടക്കുമ്പോൾ ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് നീങ്ങുക. മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി വ്യക്തമായും ശാന്തമായും സംസാരിക്കാൻ ശീലിക്കുക. ഇത്തരം ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റം കൊണ്ടുവരും. പരാജയഭീതിയെ എന്നേക്കുമായി മാറ്റിവെക്കുക. തോൽവി എന്നാൽ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള വലിയൊരു പാഠമാണ്. ഓരോ വീഴ്ചയിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിച്ച് വീണ്ടും എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അഞ്ചാമതായി, മറ്റുള്ളവരോട് ഇടപഴകാൻ പഠിക്കണം. എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളിൽ അപകർഷതാബോധം വളരുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങുക, ആളുകളെ കാണുക, അവരോട് സംസാരിക്കുക. മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെയുള്ള സാധാരണ മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉള്ളിലെ പേടി പതുക്കെ ഇല്ലാതാകും. ചെറിയ ഒത്തുചേരലുകളിൽ പങ്കുചേരുന്നതോ അപരിചിതരോടൊരു കുശലാന്വേഷണം നടത്തുന്നതോ നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിരുന്നാൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് പുറം ലോകവുമായി ഇടപഴകുമ്പോൾ മാത്രം വിരിയുന്ന ഒന്നാണ്. ഇനി ആറാമത്തെ വിദ്യ, അപരിചിതരായ ആളുകളോട് വെറും 2 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. പുതിയ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന തോന്നലാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്. ഈയൊരു മടി മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം പുതിയൊരു തലത്തിലെത്തും. എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങളെടുക്കുന്ന ആ ആദ്യത്തെ ചുവടുവെപ്പിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന ആ പേടിയെ തകർത്തെറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയൂ. നമുക്കിന്ന് ഒരു ചെറിയ 2 മിനിറ്റ് ചലഞ്ച് ഏറ്റെടുത്താലോ? നിങ്ങൾ ബസ്സിലോ മെട്രോയിലോ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഹാളിൽ വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്ത് അടുത്തു നിൽക്കുന്ന തികച്ചും അപരിചിതനായ ഒരാളോട് വെറുതെ ഒന്ന് സംസാരിക്കുക. വലിയ തത്വചിന്തകളൊന്നും വേണ്ട. എങ്ങോട്ടാണ് യാത്ര? ഇന്ന് നല്ല ചൂടാണല്ലേ? ഈ ബസ് അവിടെ നിർത്തുമോ? എന്നിങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചോദിക്കുക.
തുടക്കത്തിൽ ചെറിയൊരു ചമ്മൽ തോന്നിയേക്കാം, പക്ഷേ പതിയെ പതിയെ നിങ്ങളുടെ മനസ്സ് ഇതൊരു സ്വാഭാവിക കാര്യമായി എടുത്തു തുടങ്ങും. നമ്മളെപ്പോലെ തന്നെ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയും. ഈ ബോധം മനസ്സിലുറച്ചാൽ അപരിചിതരോട് സംസാരിക്കാനുള്ള ആ മടി പമ്പ കിടക്കും. ആലോചിച്ചു നോക്കൂ, ഒരു വർഷം ഇങ്ങനെ ദിവസവും ഓരോരുത്തരോടായി 2 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ 300-ലധികം ആളുകളുമായി നിങ്ങൾ സംവദിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും നിങ്ങളിൽ വളരുന്ന ആ ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. സ്റ്റേജ് ഫിയറോ നെറ്റ്വർക്കിംഗോ എന്തുമാകട്ടെ, ആരോടും നെഞ്ചുവിരിച്ച് സംസാരിക്കാനുള്ള ആ ചങ്കൂറ്റം നിങ്ങൾക്ക് സ്വന്തമാകും. ഓർത്തിരിക്കുക, ആത്മവിശ്വാസം എന്നത് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒന്നല്ല, അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അപരിചിതരോടുള്ള ഈ 2 മിനിറ്റ് സംസാരം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശാരീരിക ക്ഷമതയിലാണ്. ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ആ ആത്മവിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉറവയെടുക്കൂ. ശരീരത്തിന് ബലമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു തളർച്ചയും വാട്ടവുമുള്ളവനായി കാണപ്പെടും. അങ്ങനെയെങ്കിൽ കോൺഫിഡൻസ് എവിടെ നിന്ന് വരാനാണ്? ആവേശവും ഊർജവും സ്ഫുരിക്കണമെങ്കിൽ ശരീരം സജീവമായിരിക്കണം. ശരീരം കരുത്തുള്ളതാകുമ്പോൾ മനസ്സ് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കുകയും സ്വാഭാവികമായും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് നിലനിർത്തുക എന്നത് ചില്ലറ കാര്യമല്ല. ദിവസവും അല്പനേരം നടക്കാനോ ഓടാനോ വ്യായാമം ചെയ്യാനോ സമയം കണ്ടെത്തുക. മണിക്കൂറുകളോളം ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കണം എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ശരീരം എപ്പോഴും ആക്റ്റീവായിരിക്കണം എന്ന് മാത്രം. ഒപ്പം നല്ല ഭക്ഷണം ശീലമാക്കുക, ജങ്ക് ഫുഡുകളോട് വിട പറയുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യുക. നല്ല ശീലങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചവും ഉന്മേഷവും താനേ വന്നുകൊള്ളും. നമ്മുടെ മുഖത്തിന്റെ ആകൃതിയോ നിറമോ മാറ്റാൻ നമുക്ക് കഴിയില്ല, അത് പ്രകൃതിദത്തമാണ്. എന്നാൽ ഫിറ്റ്നസ് നമ്മുടെ മാത്രം കയ്യിലുള്ള കാര്യമാണ്. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും ഉള്ളിലെ കരുത്തുകൂടും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഊർജവും കൂടിയാണ് ശ്രദ്ധിക്കുന്നത്. മടുപ്പും തളർച്ചയും തൂങ്ങിയിരുന്നാൽ ആരും നിങ്ങളെ ഗൗരവമായി കാണില്ല. എന്നാൽ ഊർജ്ജസ്വലനായിരുന്നാൽ ലോകം നിങ്ങളെ ബഹുമാനത്തോടെ നോക്കി നിൽക്കും. മറ്റൊരു പ്രധാന കാര്യം, തെറ്റുകൾ സംഭവിക്കുമോ എന്ന് ഒരിക്കലും ഭയപ്പെടരുത് എന്നതാണ്. സത്യത്തിൽ പരാജയങ്ങളും തെറ്റുകളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരുക്കന്മാർ. പലപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി അത് പാളിപ്പോയാൽ ആളുകൾ എന്തു പറയും എന്ന ചിന്തയാണ് നമ്മെ തളർത്തുന്നത്. ലോകം പരിഹസിക്കുമോ എന്ന പേടി കാരണം നമ്മൾ പല സ്വപ്നങ്ങളും മാറ്റിവെക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പുതിയതായി ഒന്നും പരീക്ഷിക്കുന്നില്ല എന്നാണ്. തെറ്റുകൾ പറ്റാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഈ ഭൂമിയിൽ? നടക്കാൻ പഠിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ എത്ര തവണ വീഴാറുണ്ട്. പക്ഷേ വീഴ്ച പേടിച്ച് അവർ ആ ശ്രമം ഉപേക്ഷിക്കാറില്ല. ആ ആവർത്തിച്ചുള്ള ശ്രമമാണ് അവരെ ഓടാൻ പ്രാപ്തരാക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. പിഴവുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പുതിയൊരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തട്ടിവീഴുന്നത് സ്വാഭാവികമാണ്. ആളുകൾ ചിരിച്ചേക്കാം, പക്ഷേ അത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ്. ഒരു തെറ്റ് സംഭവിക്കുന്നത് നിങ്ങൾ തോറ്റുപോയി എന്നല്ല, മറിച്ച് ഒരു കാര്യം എങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ഓരോ വീഴ്ചയിലും സ്വയം പഴിചാരുന്നതിന് പകരം അതൊരു പാഠമായി കാണുക. ഉദാഹരണത്തിന്, ആദ്യമായി ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറിയേക്കാം. അന്ന് ആളുകൾ ചിരിച്ചാലും അടുത്ത തവണ കൂടുതൽ മികച്ച രീതിയിൽ വരാൻ ആ അനുഭവം നിങ്ങളെ സഹായിക്കും. തെറ്റുകളെ ഉൾക്കൊള്ളാൻ പഠിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുതിച്ചുയരുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാറ്റിലുമുപരി ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു ദിശയുമില്ലെങ്കിൽ നമ്മൾ കാട്ടുന്ന ഈ ആത്മവിശ്വാസത്തിന് എന്തർത്ഥമാണുള്ളത്? ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാത്ത ആത്മവിശ്വാസം വെറും പ്രകടനം മാത്രമായി അവശേഷിക്കും. വ്യക്തമായ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തുന്നില്ലെങ്കിൽ പോലും ആ പാതയിലെ നിങ്ങളുടെ ഓരോ ചുവടും ലോകം ശ്രദ്ധിച്ചു തുടങ്ങും. ആരുടെയും പിന്നാലെ നിങ്ങൾ പോകേണ്ടി വരില്ല, പകരം ആളുകൾ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് ആളുകൾ നിങ്ങളെ തിരിച്ചറിയുന്നതിലാണ് ആത്മവിശ്വാസത്തിന്റെ ശരിക്കുള്ള കരുത്തിരിക്കുന്നത്. ലക്ഷ്യമില്ലാതെ വെറുതെ സമയം കളയുമ്പോൾ ലോകം നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനായി മുദ്രകുത്തും. എന്നാൽ ഒരു വലിയ സ്വപ്നത്തിനു വേണ്ടി നിങ്ങൾ പൊരുതുമ്പോൾ അതേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകുകയും ചെയ്യും. ചെറിയ ലക്ഷ്യങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കി മുന്നോട്ടു പോവുക. ഓരോ കുഞ്ഞു വിജയവും എനിക്ക് സാധിക്കും എന്ന വിശ്വാസം നിങ്ങളിൽ നിറയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്നാലെ ആവേശത്തോടെ പാഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് പിന്നാലെ വരും. ആ തിരിച്ചറിവ് നൽകുന്ന ആത്മവിശ്വാസം മറ്റൊന്നിനും പകരമാവില്ല. 10ാമത്തെ കാര്യം, മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും സ്വയം മാറാൻ ശ്രമിക്കരുത് എന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നുന്ന ആ പ്രധാന വില്ലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരുമല്ല, മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അനാവശ്യ ശ്രമങ്ങളാണ്. ഒരാളുടെ മുന്നിൽ നല്ലവനായി ചമയാനോ അവരെ തൃപ്തിപ്പെടുത്താനോ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് വലിയൊരു സമ്മർദ്ദത്തിനടിപ്പെടുകയാണ്. ഞാൻ പറയുന്നത് അവർക്കിഷ്ടപ്പെടുമോ? ആരെങ്കിലും എന്നെ പരിഹസിക്കുമോ? എല്ലാവരും എന്നെ അംഗീകരിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ ചിന്തകളെ വല്ലാതെ തളർത്താറുണ്ട്. സദസ്സിനു മുന്നിൽ നിൽക്കുമ്പോഴോ പുതിയൊരാളോട് സംസാരിക്കുമ്പോഴോ
നമ്മളെ വിറപ്പിക്കുന്നത് സത്യത്തിൽ ഈയൊരു മനോഭാവമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതും എന്നതിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ഉള്ളിലെ യഥാർത്ഥ പ്രതിഭയെ പുറത്തെടുക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ നടക്കുന്നവന് സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താനാവില്ലെന്ന് ചാണക്യനീതിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ തന്നെ വളർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയാകണം. ഉദാഹരണത്തിന്, ഒരു വേദിയിൽ കയറാനൊരുങ്ങുമ്പോൾ സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഇതൊരു പുതിയ അനുഭവമാണ്, എനിക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊന്ന് പരീക്ഷിച്ചു നോക്കണം. എനിക്ക് പേടിയുണ്ടാകുമോ അതോ ഞാൻ ധൈര്യത്തോടെ ഇത് നേരിടുമോ എന്ന് എനിക്കൊന്നറിയണം. ഇതിനെ ഒരു പാഠമായി കാണാൻ തുടങ്ങിയാൽ ആ നിമിഷം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. ആളുകൾ കൈയടിച്ചാൽ അത് നല്ല കാര്യം, ഇനി അവർ കളിയാക്കിയാൽ പോലും അത് നിങ്ങളെ തളർത്തരുത്. കാരണം ആ പരിഹാസം താൽക്കാലികം മാത്രമാണ്. പക്ഷേ ആ സാഹചര്യം നേരിട്ടതിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന കരുത്ത് ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മുകളിൽ നിങ്ങൾ സ്വയം വളരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ആത്മവിശ്വാസം ജനിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു കാര്യം ചെയ്യുമ്പോൾ നാട്ടുകാർ എന്തു പറയുമെന്നല്ല, ഇത് ചെയ്യുമ്പോൾ എനിക്കെന്ത് തോന്നും എന്ന് മാത്രം ചിന്തിക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 11ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. മറ്റുള്ളവരുടെ അനുവാദത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം കണ്ണിൽ വലിയവനാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലല്ല. മിക്കവരും പരാജയപ്പെടുന്നത് ഇവിടെയാണ്. എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നും പുകഴ്ത്തണമെന്നും നമ്മൾ കൊതിക്കും. പക്ഷെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാലോ പ്രശംസിക്കാതിരുന്നാലോ തകർന്നു പോകുന്ന ഒന്നാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വലിയവനാകുന്നതിനേക്കാൾ സ്വന്തം കണ്ണിൽ വിലയുള്ളവനാകാനാണ് നാം പഠിക്കേണ്ടത്. യഥാർത്ഥ കോൺഫിഡൻസ് നേടാനുള്ള ആദ്യപടി നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുന്നതുപോലെ തന്നെ കുറവുകളെയും ധൈര്യത്തോടെ നെഞ്ചേറ്റുക. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നിമിഷം മറ്റൊരാളുടെ അംഗീകാരത്തിനായി നിങ്ങൾ കൈനീട്ടുകയില്ല. നിങ്ങളുടെ രൂപത്തെയും സംസാരത്തെയും സ്വഭാവത്തെയുമെല്ലാം ആദ്യം നിങ്ങൾ തന്നെ ബഹുമാനിക്കാൻ പഠിക്കൂ. മറ്റുള്ളവർ അഭിനന്ദിച്ചാൽ സന്തോഷം, ചെയ്തില്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ ജീവിതം അവരുടെ വാക്കുകളിലല്ല മുന്നോട്ടു പോകേണ്ടത്. മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങൾ അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നാണോ നിങ്ങൾ നിങ്ങളുടെ തന്നെ കാഴ്ചപ്പാടിൽ ഔന്നിത്യം നേടുന്നത്, അന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ആരുടെയും അനുവാദത്തിന് കാത്തുനിൽക്കാതെ കുതിച്ചുയരും. അതുകൊണ്ട് അംഗീകാരങ്ങൾക്ക് പിന്നാലെ ഓടാതെ സ്വന്തം മൂല്യം തിരിച്ചറിയുക. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന 12ാമത്തെ വിദ്യ എന്നത് ഭയത്തെ നേരിടുക എന്നതാണ്. ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം തകരുന്നത്. ഭയം നമ്മളെ ഒരു ഇരുട്ടറയ്ക്കുള്ളിലെ തടവുകാരനെപ്പോലെ പൂട്ടിയിടും. അത് സ്റ്റേജിൽ സംസാരിക്കാനോ അപരിചിതരോട് ഇടപെടാനോ ഉള്ള പേടിയാകാം. ആ ഭയത്തെ നേരിടാത്ത കാലത്തോളം അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ശരിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും സ്വയം ഒരു ഉറപ്പ് നൽകുക. നിങ്ങളുടെ ദിനചര്യകൾക്കൊപ്പം ഒരു കാര്യം കൂടി ശീലമാക്കുക. ഇന്ന് ഞാൻ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തീർച്ചയായും ചെയ്തിരിക്കും. അപരിചിതരോട് സംസാരിക്കാൻ മടിയാണെങ്കിൽ ഇന്ന് ഒരാളോടെങ്കിലും മിണ്ടി തുടങ്ങുക. വലിയൊരു സദസ്സിന് ഭയമാണെങ്കിൽ ചെറിയൊരു കൂട്ടത്തിനു മുന്നിലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. തുടക്കത്തിൽ പരിഭ്രമം തോന്നും, ഹൃദയമിടിപ്പ് കൂടും, ഒരുപക്ഷെ വിയർത്തേക്കാം. പക്ഷേ അത് സ്വാഭാവികമാണ്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ പരിശീലനം. ഭയത്തെ തോൽപ്പിക്കാനുള്ള ഏക വഴി അതിലേക്ക് നടന്നു കയറുക എന്നത് മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം ഓടിയൊളിക്കുന്നുവോ അത്രത്തോളം ഭയം നിങ്ങളെ പിന്തുടരും. എന്നാൽ നിങ്ങൾ അതിനെ നേരിടാൻ തുടങ്ങുമ്പോൾ പേടി പതിയെ വഴിമാറുകയും നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയും ചെയ്യും. ഓരോ തവണ നിങ്ങൾ ഭയത്തെ അതിജീവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജം നിറയും. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേയുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങും. ഇത്തരം ചെറിയ വിജയങ്ങളാണ് പിന്നീട് വലിയ ആത്മവിശ്വാസമായി മാറുന്നത്. അതുകൊണ്ട് ഇനി പേടി തോന്നുമ്പോൾ പിന്തിരിയരുത്. പകരം ഇന്ന് ഞാൻ ഇതിനെ നേരിടുമെന്ന് ഉറപ്പിക്കുക. ആ പേടിയാണ് പിന്നീട് നിങ്ങളുടെ വലിയ കരുത്തായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആത്മവിശ്വാസമുള്ളവനായി മാറും എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിജ്ഞ ഇന്ന് തന്നെ ഏറ്റെടുക്കുക. ജീവിതം മാറ്റുന്ന ഇത്തരം അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം.